ചാറൽ സാമ്പത്തിക ഇടപാട് കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണ ടിക്കും ആശ്വാസം. കേസിൽ തൽസ്ഥിതി തുടരാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. SFIO കുറ്റപത്രത്തിൽ 2 മാസത്തേക്ക് തുടർ നടപടികൾ പാടില്ലെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. കമ്പനി നിയമം അനുസരിച്ച് നടപടി സ്വീകരിക്കാനാകുമോ എന്ന സംശയം പ്രകടിപ്പിച്ചാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇപ്പോൾ പാസാക്കിയ വഖഫ് നിയമത്തിൽ ഏത് വകുപ്പാണ് മുനമ്പ നിവാസികൾക്ക് ആശ്വാസം പകരുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുനമ്പത്ത് കൈവശക്കാർക്ക് അവകാശം ലഭിക്കണമെന്നാണ് ഇടതുപക്ഷത്തിന്റെ നിലപാട്. കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞു. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ദിവ്യ S അയ്യരുടെ പോസ്റ്റിനെതിരെ പരോക്ഷ വിമർശനവുമായി പാലക്കാട് MLAയും യൂത്ത് കോൺഗ്രസ് നേതാവുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ. കർണൻ ആയിരുന്നുവെങ്കിലും മരണം വരെ ധർമ്മപക്ഷത്തിനെതിരെ ദുര്യോധന പക്ഷത്തായിരുന്നുവെന്നും അപ്പോ സംഗതി ശരിയാണ്, കുറ്റം പറയാൻ പാടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും ഭീഷണിയുമായി BJP. പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ ഭീഷണി മുഴക്കി. രാഹുലിന്റെ തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും കാല് തറയിലുണ്ടാകില്ലെന്നും ഓമനക്കുട്ടൻ ഭീഷണിപ്പെടുത്തി. ചീഫ് സെക്രട്ടറിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി N പ്രശാന്ത് IAS. തന്റെ ഉള്ളിൽ തിരിച്ചറിവിന്റെ പ്രകാശം പരന്നെന്നും സുപ്രീം കോടതിയേക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണെന്നും N പ്രശാന്ത് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. അച്ചടക്ക നടപടിയിൽ തന്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് അപേക്ഷിച്ചിട്ട് 6 മാസമാവുകയാണെന്നും താൻ സമർപ്പിക്കുന്ന രേഖകൾ അപ്രത്യക്ഷമാകുന്ന സാഹചര്യത്തിലാണ് റെക്കോർഡിംഗും സ്ട്രീമിംഗും ഉൾപ്പെടെയുള്ള സുതാര്യമായ ഹിയറിംഗിന് അപേക്ഷിച്ചതെന്നും N പ്രശാന്ത് പറഞ്ഞു. കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസിലെ മുഖ്യപ്രതി അലുവ അതുൽ അറസ്റ്റിൽ. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. കരുനാഗപ്പള്ളി പോലീസും ഡാൻസാഫും ചേർന്നാണ് അതുലിനെ പിടികൂടിയത്. കൊലപാതകം നടന്ന് 21 ദിവസത്തിനു ശേഷമാണ് അതുൽ പിടിയിലായത്. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട KK രാഗേഷിനെ പ്രശംസിച്ച ദിവ്യ S അയ്യർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പിണറായിയുടെ പാദസേവ ചെയ്യുന്ന ചുരുക്കം ചില ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ഈ മഹതിയെന്ന് K മുരളീധരൻ വിമർശിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാർ കുറ്റവിമുക്തൻ. അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. PV അൻവറിന്റെ പരാതിയിലായിരുന്നു വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ ഔദ്യോഗികമായി ശുപാർശ ചെയ്തു. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഭൂഷൺ രാമകൃഷ്ണ ഗവായിയെ ശുപാർശ ചെയ്തത്. ജസ്റ്റിസ് ഖന്ന മെയ് 13-ന് വിരമിച്ചതിന് ശേഷം മെയ് 14-നായിരിക്കും ഭൂഷൺ രാമകൃഷ്ണ ചീഫ് ജസ്റ്റിസായി സത്യപ്രതിജ്ഞ ചെയ്യുക. ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും ഇന്ത്യൻ പൗരന്മാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി ചൈന. 2025 ജനുവരി 1 മുതൽ ഏപ്രിൽ 9 വരെ ഇന്ത്യൻ പൗരന്മാർക്ക് 85,000-ലധികം വിസകൾ അനുവദിച്ചതായി ഇന്ത്യയിലെ ചൈനീസ് എംബസി അറിയിച്ചു. കൂടുതൽ ഇന്ത്യൻ സുഹൃത്തുക്കളെ ചൈന സന്ദർശിക്കാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന കുറിപ്പോടെയായിരുന്നു ചൈനീസ് അംബാസിഡർ സു ഫെയ്ഹോങ് Xലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്.